ഇവിടെ എതിരാളികളെ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും മുഖ്യധാര രാഷ്ട്രീയക്കാരല്ല. UDFിന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി കലാരംഗത്തു നിന്നുള്ള ആളാണ്. NMR റസാഖ് അദ്ദേഹം ബിസിനസ് രംഗത്തു നിന്നുള്ള ആളാണ്. അപ്പോൾ രണ്ട് പൊളിറ്റീഷ്യൻസിനെ അല്ല നേരിടുന്നത്. ഒരു വ്യത്യസ്തമായ അനുഭവമാണല്ലോ. അതെങ്ങനെയുണ്ട്? അല്ല, തീർച്ചയായിട്ടും. കാരണം ഞാൻ ഏതൊരു തെരഞ്ഞെടുപ്പിൽ പോകുന്ന സമയത്തും എനിക്ക് അവിടെ കാണാൻ സാധിക്കാറ് ഘടാഘടിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ കാരണം നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഇപ്പോൾ പാലക്കാട് തന്നെ 10 വർഷം മുമ്പ് 2016 ഇലക്ഷന് മത്സരത്തിന് വരുന്ന സമയത്ത് 15 വർഷം പാർലമെൻറ്റേറിയൻ ആയിരുന്ന NN കൃഷ്ണദാസിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഒരു കാര്യം, അദ്ദേഹത്തെ പോലും 3ാം സ്ഥാനത്തേക്ക് മാറ്റാൻ അന്ന് BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വളരെ കുറഞ്ഞ സമയമാണ് ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ എന്ന് പറയുന്നത് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തോന്നുന്നത്, സത്യത്തിൽ എനിക്കതൊരു ദുഃഖമാണ് തോന്നുന്നത്. എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പാലക്കാടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പാലക്കാടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള, പാർട്ടി ഏതോ ആവട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നല്ല നല്ല നേതാക്കന്മാർ ഏറെയുള്ള ഈ ജില്ലയിൽ ഇത്തരമൊരു സാഹചര്യം എന്തിനാണ് രണ്ട് പാർട്ടികളും ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമല്ല, എനിക്ക് ദുഃഖമാണുള്ളത്. കാരണം അവർക്ക് ദുർബലരാണോ? അല്ല, അങ്ങനെ പറയാൻ ഞാൻ പറയില്ല. ഒരു സ്ഥാനാർത്ഥിയെയും ഞാൻ കുറച്ച് കാണില്ല. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ചിലവഴിക്കുന്നവരെ പ്രതീക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പലപ്പോഴും അത് നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കലാമേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഒരു തവണയും 2 തവണയും നിന്നതിന് ശേഷം, പരാജയപ്പെട്ടതിന് ശേഷം ആ നാടിനെ 5 വർഷക്കാലത്തോളം നോക്കിയിട്ടാണ് പിന്നീട് ഒരു വിജയം ശ്രീമാൻ സുരേഷ് ഗോപിക്ക് പോലും കേരളത്തിലുണ്ടായത്. കേരളത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ ഓരോ വ്യക്തിയെയും നിരീക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച പോലും പാലക്കാട്ടുകാർക്ക് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഒരാൾ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വോട്ട് വേണം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ അത് അത്ര കണ്ട് സ്വീകാര്യമായ ഒരു സ്ഥലമല്ല കേരളം, വിശേഷ്യ പാലക്കാട്.